പാളയത്തേക്ക് വിലാപയാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് വിലാപയാത്ര എത്തിയത്. അവിടെയും ഒട്ടേറെ പേർ അദ്ദേഹത്തിന് വിപ്ലവാഭിവാദ്യം അർപ്പിക്കുകയാണ്. മുദ്രാവാക്യം മുഴക്കി കണ്ണേ കരളെ VS എന്ന VS അച്യുതാനന്ദന് മാത്രം അവകാശപ്പെടാൻ ആകുന്ന മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്ന ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയം വാഹനം അവിടെ നിർത്തിയതിനു ശേഷം അടുത്ത കേന്ദ്രത്തിലേക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ പദയാത്രയായി നീങ്ങുന്ന അണികളെ നമുക്ക് കാണാം. അദ്ദേഹത്തെ മുദ്രാവാക്യം മുഴക്കിയാണ് അദ്ദേഹത്തിന് അന്ത്യ യാത്രാമൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി ഉണ്ട്. ഹാഷ്മി റെഡ് സല്യൂട്ട് നൽകി ആദരമർപ്പിക്കുകയാണ് അണികൾ അവസാനമായി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ആണിപ്പോൾ വിലാപയാത്ര എത്തിയത്. അവിടെ നിന്നൊക്കെയുള്ള ആകാശ കാഴ്ചകൾ ഉൾപ്പെടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. എത്രയോ തവണ എത്രയോ പരിപാടികളിൽ VS അച്യുതാനന്ദൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നിശ്ചേതനായി VS അച്യുതാനന്ദൻ ഏറ്റവും ഒടുവിലത്തെ യാത്രയിലാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. തലസ്ഥാനം വിട നൽകുകയാണ്. നമ്മുടെ പ്രതിനിധികളുണ്ട് തത്സമയം വിശദാംശങ്ങളുമായി. അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, അണികൾ അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. മുദ്രാവാക്യം മുഴക്കി റെഡ് സല്യൂട്ട് നൽകി അദ്ദേഹത്തിന് യാത്രയയക്കുകയാണ്. അനുജ, തീർച്ചയായും അനുജ, VSന്റെ ഈ കർമ്മപഥത്തിലെ വർഷങ്ങളിൽ അദ്ദേഹം അധികവും ചിലവിട്ടത് ഈ നഗരത്തിലാണ്, ഈ തലസ്ഥാന നഗരത്തിലാണ്. ആ തലസ്ഥാന നഗരം അദ്വയാക്ഷരിയോട് വിട പറയുന്നു, വിട ചൊല്ലുന്നു. അത് അങ്ങേയറ്റം വൈകാരികമായ കാഴ്ചയാണ്. എൻ്റെ പിന്നിൽ വാഹനം വരുന്നത് കാണാം. VSന്റെ ഭൗതികദേഹം കൊണ്ടുള്ള വാഹനം വരുന്നത് കാണാം. ആ വാഹനത്തിന് ചുറ്റും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ, പ്രവർത്തകരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ, വനിതകളുടെ, യുവാക്കളുടെ, യുവതികളുടെ വലിയ സഞ്ചയം, വലിയ നീണ്ട നിര ആ വാഹനത്തിന് ചുറ്റും കാണാം. ഇരുവശങ്ങളിലും, റോഡിന് ഇരുവശങ്ങളിലും ജനങ്ങൾ, പൊതുജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, VSനെ അവസാനമായ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അന്ത്യാഭിവാദനം നേരിടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കാണുന്നുണ്ട്. പലരും മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന മുദ്രാവാക്യം, കണ്ണും കരളുമായി, മലയാളിയുടെ കണ്ണും കരളുമായി മാറിയ ആ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് VS അച്യുതാനന്ദന് അണികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർ വൈകാരികമായി അങ്ങേയറ്റം വികാര നിർഭരമായി യാത്രയപ്പ് നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിലുള്ളത്. നോക്കൂ അനുജ, ഈ വാഹനം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്ന് എടുത്തതിനു ശേഷം അതിന് പിന്നാലെ വരുന്ന ആ ജനസഞ്ചയം ഒന്ന് നോക്കുക. കാൽനടയായി ആ വാഹനത്തിനൊപ്പം അനുഗമിക്കുകയാണ് നേതാക്കളുടെ, ജനപ്രതിനിധികളുടെ, പൊതുജനങ്ങളുടെ, വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു പരിച്ഛേദം ആ വാഹനത്തിനെ അനുഗമിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതാണ്ട് VSന്റെ അദ്ദേഹത്തിന്റെ ഏതാണ്ട് 60-70 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം, അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഈ അനന്തപുരിയാണ്, തലസ്ഥാന നഗരമാണ്. ആ നഗരവുമായി VS അച്യുതാനന്ദന് അങ്ങേയറ്റം അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധം എത്രത്തോളം എന്ന് വിളിച്ചോതുന്നത് കൂടിയാണ് ഈ ആളുകൾ, അതായത് ഈ വന്നു കൂടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളുടെ സ്നേഹം തെളിയിക്കുന്നത്. ആ നേതാവിനോടുള്ള സ്നേഹം അവരുടെ സ്നേഹം അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഭിവാദനം അർപ്പിക്കുന്ന ആ ഘട്ടത്തിലേക്ക് അവർ നോക്കൂ അനുജ, ആ ദൃശ്യങ്ങളിൽ കാണാം. ആ വാഹനത്തിന്റെ വശത്ത്, അത് കണ്ണാടിയുള്ള വാഹനമാണ്. ആ ബസിന്റെ ഇരു സൈഡിലും കണ്ണാടിച്ചിലാണ്. ആ കണ്ണാടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ദർശിക്കാനാകും. അവിടെ നിന്ന് അവർ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് കാണുന്നുണ്ട്. VSന് മരണമില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നവർ ഉറക്കെ മുദ്രാവാക്യം വിളിച്ച് അവർ VSനെ യാത്രയാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതൊരു തുടക്കമാണ്. പാളയത്ത് നിന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ. 27 പോയിന്റുകളാണ് ഈ ജില്ല വിടാൻ ബാക്കിയുള്ളത്. പാളയത്ത് നിന്ന് ആരംഭിച്ചത് PMGയിലേക്കാണ് വാഹന വ്യൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ വാഹന വ്യൂഹത്തിന്റെ ഒരു പട തന്നെ VSന്റെ ഭൗതികദേഹവും കൊണ്ടുവരുന്ന ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതുമാത്രമല്ല, നോക്കൂ, ഇരുവശങ്ങളിലും പൊതുജനങ്ങൾ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അനുജ, പൊതുജനങ്ങൾ അങ്ങനെ അന്ത്യാഭിവാദനം അർപ്പിക്കുന്നതിന് വേണ്ടി അവരങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ബസ്സിൽ തന്നെ എഴുതിയിട്ടുണ്ട് സമരനായകൻ.
ഒരു നൂറ്റാണ്ടിന്റെ സമര നായകൻ അക്ഷരാർത്ഥത്തിൽ VS-നെ വിശേഷിപ്പിക്കാം. ഒരു നൂറ്റാണ്ടിന്റെ സമര പാരമ്പര്യം അവകാശപ്പെടാവുന്ന നേതാവ്, ഒരേ ഒരു VS, പകരക്കാരനില്ലാത്ത നേതാവ്. പൊതുജനങ്ങൾ, സാധാരണക്കാർ, അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, പാവപ്പെട്ടവരൊക്കെ അവരുടെ അത്താണിയായി, കാവലാളായി കാണുന്ന നേതാവ്. ആ നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവർ എത്തിയിരിക്കുന്നു. അനുജ, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് VS കർമ്മമണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 5 വർഷമായി വിശ്രമ ജീവിതത്തിലാണ്. ഈ കാലത്ത് ഒരുപക്ഷെ അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ മലയാളിക്ക് VS-നെ, അല്ലെങ്കിൽ മലയാളിക്ക് വേണമെങ്കിൽ ഒരു നിമിഷമെങ്കിലും VS-നെ ഒന്ന് മറന്നുപോകാം എന്ന് കരുതാം. പക്ഷേ നോക്കൂ, ഈ ഇന്നലെയും ഇന്നുമൊക്കെയായി കാണുന്ന ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരം ഒരാളല്ല VS. അങ്ങനെ 5 വർഷമോ 5 പതിറ്റാണ്ടോ കൊണ്ടൊന്നും മറന്നു പോകുന്ന വ്യക്തിയല്ല തങ്ങൾക്ക് VS എന്നവർ വിളിച്ചു പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ. ഇന്നലെ വന്നൊഴുകിയ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് വന്നൊഴുകിയ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പലരോടും നമ്മൾ സംസാരിച്ചു, പലരുടെയും അഭിപ്രായം നമ്മൾ തേടി. അവരൊക്കെ കരയുകയായിരുന്നു. അവരുടെ അത്താണിയാണ്. ഇനി ഇങ്ങനെ ഒരു നേതാവുണ്ടോ എന്നവർ ചോദിക്കുന്നുണ്ട്. ആ വികാര വായ്പോടെ അവർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ആ ദ്വയാക്ഷരിക്ക് യാത്രയപ്പ് നൽകുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അങ്ങേയറ്റം വികാര വായ്പ. അത് നോക്കൂ, തലസ്ഥാന ജില്ലയിലെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളാണ്. പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ വിലാപയാത്ര എത്തി. അവിടെ ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അതിനുശേഷം വാഹനം പതിയെ നീങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത പോയിന്റ് അത് PMG ആണ്. അടുത്ത കേന്ദ്രം PMG ആണ്. അവിടെ PMG ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്നവർക്ക് അദ്ദേഹത്തിനെ അവസാനമായി യാത്രയക്കാനുള്ള അവസരമുണ്ടാകും. KSRTCയുടെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് വിലാപയാത്ര മൃതദേഹം കൊണ്ടുപോകുന്നത്. ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത കേന്ദ്രത്തിലേക്ക്, രണ്ടാമത്തെ കേന്ദ്രം PMGയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നിലവിൽ വിലാപയാത്രയുള്ളത് പാളയത്ത് തന്നെയാണ്. അവിടെ നിന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വിലാപയാത്ര പതുക്കെ നീങ്ങിയിട്ടുണ്ട്. അരുൺരാജ് കൂടിയുണ്ട്. അരുൺരാജ്, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്, മുദ്രാവാക്യം മുഴക്കുന്നതിൽ കൂടുതൽ ചെറുപ്പക്കാരുണ്ട് എന്നതാണ്. അതായത് പല തലമുറകളിൽപ്പെട്ട ആളുകളെ സ്വാധീനിച്ച, അവർക്ക് കരുത്ത് പകർന്ന, അവർക്ക് ഊർജം നൽകിയ ഒരു നേതാവിൻ്റെ മടക്കമാണ് ഈ കാണുന്നത്.